തിരുവനന്തപുരം വർക്കലയിൽ അങ്കണവാടിയിൽ കുട്ടികളെ കൊണ്ട് രാഖി കെട്ടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഹർ ഘർ തിരങ്ക ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയതാണെന്ന് വിശദീകരണം. രാഖി നിർമ്മിക്കണമെന്ന അഡീഷണൽ CDPO ജ്യോതിഷ്മയുടെ ഓഡിയോ സന്ദേശം കൈരളി ന്യൂസിന്. ടീച്ചർമാരുടെ ശ്രദ്ധയ്ക്ക് ടീച്ചർമാർ നാളെ ഓഗസ്റ്റ് 15-ന് ഭാഗമായിട്ട് ഇതുപോലെ രാഖി ഉണ്ടാക്കിയിട്ട് കുട്ടികളുടെ കയ്യിൽ കെട്ടുക. അത് രാഖി ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോയും കുട്ടികളെ കയ്യിൽ കെട്ടുന്ന ഫോട്ടോയും ഗ്രൂപ്പിലിടേണ്ടതാണ്. കാരണം നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുമാണ്. രാഖി പലതരത്തിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചെയ്യുക. സുലേഖയുണ്ട് വിശദാംശങ്ങളുമായി. സുലേഖ, ഇത്തരത്തില് ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള പല ചടങ്ങുകളും കുത്തിവെച്ച് അവരെ വർഗീയവാദികളാക്കി മാറ്റാൻ നടത്തുന്ന ഒരു ശ്രമം. ഇപ്പോൾ ഈ ഒരു രാഖി അംഗനവാടികളിലെ കുട്ടികൾക്ക് രാഖി കെട്ടിപ്പിക്കുക എന്നൊരു തീരുമാനം സംസ്ഥാന സർക്കാർ അറിയുകയോ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ഇടപെടലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. സിന്ധുരി, തീർച്ചയായും ഇത്തരത്തിൽ ഒന്നും അറിയാത്ത കുട്ടികളെ കൊണ്ടാണ് ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ ഹർ ഘർ തിരങ്ക എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ രാഖി കെട്ടിപ്പിക്കുന്ന അംഗൻവാടികളിൽ രാഖി കെട്ടിപ്പിക്കുന്ന ഒരു സ്ഥിതി ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ ഉത്തരവ് കൃത്യമായ രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ രാഖി നിർമ്മാണം അത് കുട്ടികളിൽ ഉണ്ടാക്കി ആ രാഖി പോസ്റ്റൽ മാർഗം ഈ സോൾജിയേഴ്സിനോ, അതായത് പോലീസ് ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പട്ടാളക്കാർക്കോ പോസ്റ്റൽ ചെയ്യണം, തപാൽ അയക്കണം എന്നതാണ് ആ ഉത്തരവിൽ പറയുന്ന കാര്യം. പക്ഷേ ആ ഉത്തരവിന്റെ മറവിലാണ് ഇത്തരത്തിൽ കുട്ടികളെ കൊണ്ട് ഈ അംഗൻവാടികളിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ ഹർ ഘർ തിരങ്കയുടെ ഭാഗമായി ഇത്തരത്തിൽ രാഖി കെട്ടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഈ അംഗൻവാടി ടീച്ചർമാരുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിൽ രാഖി ഉണ്ടാക്കുകയും അത് കുട്ടികളെ കൊണ്ട് കെട്ടിപ്പിക്കുകയും ചെയ്യണമെന്നുള്ള നിർദ്ദേശം അഡീഷണൽ CDPO നൽകുന്നത്, വർക്കല അഡീഷണൽ CDPO നൽകുന്നത്. വർക്കല CDPOയുടെ നിയന്ത്രണത്തിലുള്ള ഇലകമൺ, അതിനൊപ്പം തന്നെ ഇടവ, വർക്കല മുനിസിപ്പാലിറ്റി തുടങ്ങിയ ഈ സ്ഥലങ്ങളിലെ അംഗൻവാടികളിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടന്നിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇതിനെതിരെ ഉയർന്നു വരുന്നത്. ഇത്തരത്തിൽ RSS നിയന്ത്രണത്തിലുള്ള, അതായത് RSS കൗൺസിലർമാരൊക്കെ തന്നെയും ഉള്ള പ്രദേശങ്ങളിലെ അംഗൻവാടികളിലാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തിയതെന്ന് നമ്മൾ കാണേണ്ടതാണ്. നേരത്തെ സിന്ധൂര് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളിലാണ് ഇത്തരത്തിൽ മതപരമായിട്ടുള്ള ചടങ്ങുകൾ നടത്തി അവരെ കൂടി ഇതിന്റെ ഭാഗമാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു ഉത്തരവും സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല, അംഗൻവാടികളിൽ നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ പതാക ഉയർത്തുന്നതും മറ്റു കാര്യങ്ങളുമാണ് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിൽ നൽകുന്നത്. അതിനപ്പുറത്ത് മറ്റു കാര്യങ്ങളൊന്നും തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നില്ല. പക്ഷേ ഇത് കേന്ദ്ര സർക്കാരിന്റെ ഹർ ഘർ തിരങ്ക പരിപാടിയുടെ ഭാഗമായി നടത്തിയത് എന്നതാണ് നൽകുന്ന വിശദീകരണം. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ സർക്കുലർ പരിശോധിക്കുന്ന സമയത്ത്, ഉത്തരവ് പരിശോധിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹർ ഘർ തിരങ്കയുമായി ബന്ധപ്പെട്ട കുട്ടികളിൽ, അംഗൻവാടിയിൽ വരുന്ന കുട്ടികളിൽ ഈ രാഖി നിർമ്മാണം അത് നടത്തുക, ആ ഉണ്ടാക്കിയ രാഖി അത് പോസ്റ്റൽ മാർഗം പട്ടാളക്കാർക്കോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കോ അത്തരത്തിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നൽകുക, പോസ്റ്റൽ മാർഗം നൽകുക എന്നതാണ് പറയുന്നത്. പക്ഷേ ആ ഉത്തരവിന്റെ മറവിലാണ് ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളെ രാഖി കെട്ടിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. തിരുവനന്തപുരം ഉത്തരവ് ഒന്ന്, എന്നാൽ കുട്ടികളെ കൊണ്ട് രാഖി കെട്ടിപ്പിച്ച് ഈ ചടങ്ങിന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് അവിടെ നടന്ന അവരുടെ അജണ്ട, അല്ലേ? തീർച്ചയായിട്ടും സിന്ധൂരി, അത് തന്നെയാണ്. ഇത്തരത്തിൽ RSS നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിലെ അംഗൻവാടികളിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ കാണേണ്ടതാണ്. ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവും നിലവിൽ അംഗൻവാടികൾക്ക് നൽകിയിട്ടില്ല. ഈ സംസ്ഥാന സർക്കാരിന്റെ ഈ നിർദ്ദേശത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹർ ഘർ തിരങ്ക പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ ദിനത്തിൽ വകുപ്പിന്റെ കീഴിൽ കാര്യാലയങ്ങളിൽ ഇത്തരത്തിൽ ദേശീയ പതാക ഉയർത്തുക, ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുക, കുഞ്ഞുങ്ങൾക്ക് മധുര പലഹാരങ്ങൾ നൽകുക, ദേശീയ പതാകയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുക, ഈ എടുത്ത ഫോട്ടോ സെൽഫി harghar.com എന്ന പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ 3 ഘട്ടങ്ങളിലായി ഈ സ്വാതന്ത്ര്യ ദിനം
ഹർഘർ തിരങ്ക എന്ന് പറയുന്ന അതിന്റെ ഭാഗമായി 3 ഫേസുകളിലായി പരിപാടികൾ നടത്തണം. അതിൽ ഒരു ഫേസിൽ പറയുന്ന കാര്യമാണ് ഇത്തരത്തിൽ രാഖി നിർമ്മാണം കുട്ടികളിൽ നടത്തുക. അതായത് ഒരു പ്രവൃത്തി പരിചയ മേള അല്ലെങ്കിൽ പ്രവൃത്തി പരിചയം എന്ന രീതിയിലൊക്കെ തന്നെയും കുട്ടികൾ നടത്തുന്ന രീതിയിൽ ഇത്തരത്തിൽ രാഖി നിർമ്മിക്കുക, കുട്ടികളെ രാഖി നിർമ്മിക്കാൻ പഠിപ്പിക്കുക. ആ നിർമ്മിക്കുന്ന രാഖികൾ അത് പോസ്റ്റൽ മാർഗം സുരക്ഷാ ഉദ്യോഗസ്ഥരെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അയക്കുക എന്നതാണ് കേന്ദ്രത്തിന്റെ സർക്കുലറിൽ പറയുന്നത്. അതിനപ്പുറത്ത് ഇത്തരത്തിൽ ഇത് പരസ്പരം കുട്ടികളിൽ കയ്യിൽ കെട്ടിക്കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ടീച്ചർമാർ കുട്ടികളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കണമെന്നോ ഒന്നും ആ ഉത്തരവിൽ പറയുന്നില്ല. പക്ഷേ ഈ ഉത്തരവിന്റെ മറവിലാണ് ഇന്ന് സ്വാതന്ത്ര്യദിനത്തിൽ ഇത്തരത്തിൽ അംഗൻവാടികളിൽ ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം ഇത്തരത്തിൽ കൈകളിൽ രാഖി കെട്ടിക്കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ്. അതെ, വലിയൊരു പ്രതിഷേധമാണ് ഇതിന്റെ പിന്നിൽ ഇനി നടക്കുവാൻ പോകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഹർഘർ തിരങ്ക ആഘോഷത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം വർക്കലയിൽ അംഗനവാടികളെ കുട്ടികളെ കൊണ്ട് രാഖി കെട്ടിപ്പിച്ചിരിക്കുന്നത്. സുലേഖ ശശികുമാറാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത്.